ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ ഞാൻ നേരിട്ട് പോയാണ് ഈ പ്രസന്നൻ എന്ന് പറയുന്ന അവിടെ കടകളിൽ സഹായിയായി നിന്ന മനുഷ്യന്റെ മരണത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തത്. ആദ്യം ഒന്ന് രണ്ട് തവണ രേഖകൾ വച്ച് ഞാൻ വാർത്ത അവതരിപ്പിച്ചിരുന്നു, പ്രേക്ഷകരുമായി ഈ സംഭവം വിവരിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഞാൻ ആ സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ആ സ്ഥലത്ത് നേരിട്ട് പോവുകയും ദൃക്സാക്ഷികളെ, ഈ പ്രസന്നൻ എന്ന് പറയുന്ന വ്യക്തിയെ ചവിട്ടി മൃതപ്രായനാക്കുന്നതിന് സാക്ഷികളായ ആളുകളുടെ അഭിമുഖമൊക്കെ തയ്യാറാക്കി. അത് ഈ അഭിമുഖം തന്ന ആളുകൾ, ഈ സാക്ഷികളെ ഇപ്പോൾ നിരന്തരം ഭീഷണിപ്പെടുത്തുകയാണ്. അതിലൊരു സാക്ഷി വിനോദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ ക്ഷേത്രത്തിലെ ജീവനക്കാരനാണ്. ആ ക്ഷേത്ര ജീവനക്കാരനെ, പന്തളം സ്വദേശിയായ ക്ഷേത്ര ജീവനക്കാരനെ കൊലപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ ഈ പ്രസന്നൻ എന്ന് പറയുന്ന വ്യക്തിയെ മർദ്ദിച്ച് മൃതപ്രായനാക്കിയ, ആ മർദ്ദനത്തിനെ തുടർന്ന് പ്രസന്നൻ മരിക്കാനിടയാക്കിയ കേസിലെ പ്രതികൾ ചെയ്തു വെക്കുന്നു. വിനോദിനെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണി. എന്നിട്ട് ഈ കേസിൽ സത്യം തെളിയിക്കപ്പെടണം എന്ന വളരെ വാശിയോടുകൂടി മുന്നോട്ട് പോകുന്ന സിന്ധു എന്ന് പറയുന്ന വീട്ടമ്മയുണ്ട്. അവിടെ ഒരു പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കട നടത്തുന്ന വ്യക്തി കൂടിയാണ്. ആ സ്ത്രീയെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം കൊലപ്പെടുത്തുമെന്നാണ് ഭീഷണി. ഇതിൽ വിനോദ് ഓച്ചിറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ സിന്ധു എന്ന് പറയുന്ന വീട്ടമ്മയും ഓച്ചിറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇനി എന്തിന് ഈ പറയുന്ന പ്രതിസ്ഥാനത്തുള്ള ശങ്കരനെ ഞങ്ങളുടെ പ്രതിനിധി വിളിക്കുകയുണ്ടായി. വിളിച്ചപ്പോൾ ശങ്കരന്റെ വീട്ടുകാരും ഒക്കെ പറയുന്നത്, പല ചാനലുകളിലും വാർത്ത വന്നു, ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഞങ്ങളുടെ കാശിന് മീതെ പരുന്തും പറക്കില്ല, പോലീസ് മാത്രമല്ല നിയമവ്യവസ്ഥയൊക്കെ ഞങ്ങൾക്ക് ഒന്നുമല്ല, ഞങ്ങളുടെ പണമാണ് പ്രധാനം എന്ന് പറഞ്ഞ് വീമ്പിളക്കുകയാണ്. അയാളുടെ അഭിപ്രായം തിരക്കണമല്ലോ, നിഷ്പക്ഷമായിരിക്കണമല്ലോ വാർത്ത. എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ശങ്കരനെ വിളിക്കുന്നത്. ശങ്കരൻ അപ്പോൾ പറയുന്നത്, നിങ്ങൾ എന്തു വേണോ ആയിക്കോ, നിങ്ങൾ ഇതിൽ പോലീസും ഇതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങളുടെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ടെന്നാണ്. ഏതായാലും ഈ വാർത്ത വന്നതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെട്ടിട്ടും കായംകുളം പോലീസ് ഇക്കാര്യത്തിൽ, പ്രസന്നന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വളരെ നിഷ്ക്രിയമായാണ് ഇടപെട്ടത്, വളരെ ഉദാസീനമായാണ് പെരുമാറിയത് എന്ന വാർത്ത ഞങ്ങൾ സംപ്രേഷണം ചെയ്ത ശേഷം, അല്ലെങ്കിൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം, കരുനാഗപ്പള്ളി ACP ഈ കേസിലെ മുഖ്യസാക്ഷികളെ അവരുടെ ഓഫീസിലേക്ക് വിളിച്ചിരുന്നു. ACP ഓഫീസിലേക്ക് വിളിച്ചു. അതിൽ സിന്ധുവും പോയിരുന്നു. ഈ സിന്ധു എന്ന വീട്ടമ്മ കൃത്യമായ മൊഴി കൊടുത്തു. ഇത് നടക്കുന്നത് 2025 ഡിസംബർ 12-നാണ്. ഒരു കാര്യവുമില്ല, ഒരു മധ്യസ്ഥതയ്ക്ക് പോയ വ്യക്തിയായിരുന്നു പ്രസന്നൻ. ഒരു മാനസിക വെല്ലുവിളി നേരിടുന്ന ചെറുപ്പക്കാരനെ ഈ ശങ്കരൻ എന്ന് പറയുന്ന പലിശക്കാരനും കൊള്ളപ്പലിശയ്ക്ക് പണം കൊടുക്കുന്നവനും അയാളുടെ മകൻ വിഷ്ണു എന്ന് പറയുന്ന ഗുണ്ടയും അതുപോലെ ഗണപതി ആൽത്തറയിലെ തിരുമേനി സുരേഷും ചേർന്ന് മർദ്ദിക്കുന്നത് കണ്ട് മാനസിക വെല്ലുവിളി നേടുന്ന ചെറുപ്പക്കാരനെ ഉപദ്രവിക്കരുതേ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഈ മർദ്ദന രംഗം അവസാനിപ്പിക്കാൻ ഇടനില മധ്യസ്ഥത വഹിക്കാൻ പോയ പ്രസന്നനെയാണ് വിഷ്ണുവും ശങ്കരനും ഈ പറയുന്ന തിരുമേനി സുരേഷും കൂടി ചവിട്ടിക്കൂട്ടിയത്. ഇത് ദൃക്സാക്ഷിയായ ഈ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടയിലെ വീട്ടമ്മയായ സിന്ധു ACPയോട് കൃത്യമായ മൊഴി നൽകി. ഈ മൊഴി കൊടുത്ത് തിരികെ വരുമ്പോഴാണ് സിന്ധുവിനെ ഭീഷണിപ്പെടുത്തുന്നത്. ഞങ്ങളോട് സംസാരിച്ച് മടങ്ങിപ്പോകുമ്പോഴാണ് വിനോദിനെ ഭീഷണിപ്പെടുത്തുന്നത്. ഈ രണ്ട് കേസുകളും ഇപ്പോൾ ഓച്ചിറ പോലീസ് സ്റ്റേഷനിലെ പോലീസിന്റെ പരിധിയിലുണ്ട്. ആലോചിച്ച് നോക്കുക, എന്തുമാത്രം ക്രൂരതയാണ്. പണമുണ്ട് എന്ന് പറഞ്ഞ് എന്ത് ഹുങ്കും നടത്താമോ? അല്ലെങ്കിൽ പണക്കാരന് വേണ്ടി പോലീസ് വഴിമാറി വേറെ വിധി എഴുതുമോ, വേറെ തരത്തിൽ കേസ് എഴുതുമോ? ഒരാൾക്ക് പരുക്കേറ്റാൽ, ആന്തരിക അവയവങ്ങൾക്ക് പരുക്കേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ വീണ് മരിക്കണമെന്ന് നിർബന്ധമില്ല. അതിന് മെഡിക്കൽ സയൻസിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ തവണ കാണിച്ചിട്ടുണ്ട്, കഴിഞ്ഞൊരു വാർത്ത കൊടുത്തപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു, ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റിട്ടുണ്ട്, പൊട്ടലേറ്റിട്ടുണ്ട്. പക്ഷേ ഈ പ്രസന്നൻ ഒരു 10 മിനിറ്റ് ദൂരം ബസ്സിൽ യാത്ര ചെയ്തു, നടന്നല്ല, ബസ്സിൽ യാത്ര ചെയ്തു. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഈ പോലീസുകാർ പറയുന്നത്, ബസ്സിൽ യാത്ര ചെയ്ത് ഇവിടെ കായംകുളത്ത് വന്ന് നിലത്ത് വീണു. അപ്പോൾ ഇത്രയും നേരം ഇയാൾക്ക് ആന്തരിക അവയവങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നേരത്തെ വീഴേണ്ടതില്ല എന്നാണ് കായംകുളം പോലീസിന്റെ മൗഢ്യത്തോടു കൂടിയുള്ള ചോദ്യം. അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഒരുപക്ഷെ 10, 15, 20 മിനിറ്റ് കഴിഞ്ഞിട്ടാകാം ആന്തരിക രക്തസ്രാവത്തിന്റെയും ആന്തരികമായ അവയവങ്ങൾക്കേറ്റ പരുക്കിന്റെയും ആധിക്യം കൊണ്ട് ഒരു വ്യക്തി, ആണായാലും പെണ്ണായാലും വീണുപോകുന്നത്. അങ്ങനെ വീണുപോയ വ്യക്തിയെ പോലീസ് ആശുപത്രിയിൽ എത്തിച്ചു, ചികിത്സയ്ക്ക് വിധേയനാക്കി. അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ അയാളുടെ അവസാന മൊഴി പോലും മുഖവിലക്കെടുക്കാതെ കായംകുളം പോലീസ് കുറ്റവാളികൾക്ക് അനുകൂലമായി തയ്യാറാക്കിയ റിപ്പോർട്ട് നിലനിൽക്കുന്നതല്ലെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ കരുനാഗപ്പള്ളി ACP വീണ്ടും മൊഴിയെടുക്കുന്നത്. ഏതായാലും കരുനാഗപ്പള്ളി ACP എടുത്ത മൊഴിയിൽ
സാക്ഷികളും ദൃക്സാക്ഷികളും പ്രസന്നന്റെ മരണത്തിന് ഉത്തരവാദികളായ പ്രതികളെ കയ്യാമം വെച്ച് പോലീസ് തുറുങ്കിലടയ്ക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. പ്രസന്നന്റെ നീതി ലഭിക്കുമെന്ന്, പ്രസന്നന്റെ ആത്മാവിന് നീതി ലഭിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. പോലീസിൽ ഞങ്ങളും വിശ്വസിക്കുന്നു, നിയമവ്യവസ്ഥയിൽ ഞങ്ങളും വിശ്വസിക്കുന്നുണ്ട്. ഏതായാലും ഇത്തരക്കാരെ വെറുതെ വിടാൻ പാടില്ല. സാക്ഷി പറഞ്ഞ ആളുകളെ ഭീഷണിപ്പെടുത്തുക, അവരുടെ ഉപജീവന മാർഗം തകർക്കുമെന്ന് പറയുക, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക, ഈ ഭീഷണിപ്പെടുത്തിയ ആളുകൾ ഇപ്പോഴും ആ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ വിലസി നടക്കുന്നുണ്ട് എന്നതാണ് അതിനേക്കാൾ വലിയ വാസ്തവം. ഏതായാലും ഈ കേസിൽ പ്രസന്നന് നീതി ലഭിക്കട്ടെ. ഈ കേസിൽ സത്യം തെളിയിക്കാൻ വേണ്ടി പോരാടുന്ന വിനോദിനെ പോലെയുള്ള നിർധനരായ സാധുക്കളായ ചെറുപ്പക്കാർക്ക് നീതി ലഭിക്കട്ടെ. അന്തേവാസികളായ ആളുകൾക്ക് നീതി ലഭിക്കട്ടെ. അതുപോലെ തന്നെ ആ വീട്ടമ്മയായ സിന്ധുവിനും നീതി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. പ്രേക്ഷകരുടെ പിന്തുണയും അവർക്കുണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.